ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ഇറ്റ്സ് മീ ഗുൽസാർ. നമ്മളെ വർക്ക് സ്പേസിൽ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ നമ്മളെ കൊളീഗ്സിനോട് സ്റ്റാഫിനോടൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യാറുണ്ട് അല്ലേ? എന്നാൽ ഇനി മുതൽ സ്ട്രഗിൾ ചെയ്യേണ്ട. ഈ പഠിപ്പിക്കുന്ന 50 സെൻറ്റൻസസ് നന്നായിട്ട് പഠിച്ചിട്ട് എടുത്ത് കാച്ചിക്കോ. നിങ്ങളെ കൊണ്ട് ഇംഗ്ലീഷ് സംസാരിപ്പിച്ചിട്ടേ ഞാൻ അടങ്ങുള്ളൂ. വാശിയാണോ? കുറച്ച് വാശിയാണെന്ന് കൂട്ടിക്കോ. അപ്പോൾ ഏതൊക്കെയാണ് 50 സെൻറ്റൻസസ് നോക്കാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തോ. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ ഹെൽപ്ഫുൾ ആയെങ്കിൽ ഹെൽപ്ഫുൾ ആയെന്ന് കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. സമയം കളയാതെ ഏതൊക്കെയാണ് 50 സെൻറ്റൻസസ് നോക്കാം. അത് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക, ലൈഫിൽ അപ്ലൈ ചെയ്യുക. അങ്ങനെ പതുക്കെ ഇംഗ്ലീഷ് ഫ്ലുവൻസി എന്നുള്ള നമ്മളൊരു സ്വപ്നത്തിലേക്ക് നമ്മൾ പതുക്കെ എത്തിച്ചേരുക. കാരണം ഗ്രാമറോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ലാതെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ 50 സെൻറ്റൻസസ് നോക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്ന 10 സെൻറ്റൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസിൽ നമ്മളെ കൂടെയുള്ള കൊളീഗ്സിന് അല്ലെങ്കിൽ ബാക്കിയുള്ള സ്റ്റാഫ്സിന് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നമുക്ക് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത്തരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു 10 സെൻറ്റൻസുകളാണ്. ഒന്ന്, ദയവായി ഈ റിപ്പോർട്ട് പരിശോധിക്കൂ. ഇതെങ്ങനെയാണ് നമ്മൾ പറയാം? പ്ലീസ് ചെക്ക് ദിസ് റിപ്പോർട്ട്. പ്ലീസ് ചെക്ക് ദിസ് റിപ്പോർട്ട്. ദയവായി ഈ റിപ്പോർട്ട് പരിശോധിക്കൂ. ഇനി ആ ഫയൽ എനിക്ക് അയക്കൂ. എങ്ങനെ പറയാം? സെൻഡ് മീ ദ ഫയൽ. സെൻഡ് മീ ദ ഫയൽ. ഫയൽ എനിക്ക് അയക്കൂ. ഇനി ഈ ഡോക്യുമെൻ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്യൂ. എങ്ങനെ പറയാം? പ്രിൻ്റ് ദിസ് ഡോക്യുമെൻറ്റ്. പ്രിൻ്റ് ദിസ് ഡോക്യുമെൻറ്റ്. ഈ ഡോക്യുമെൻറ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്യൂ. നിങ്ങൾ ചെയ്ത വർക്ക് അത് സബ്മിറ്റ് ചെയ്യൂ. എങ്ങനെ പറയാം? സബ്മിറ്റ് യുവർ വർക്ക്. നിങ്ങളുടെ വർക്ക് സബ്മിറ്റ് ചെയ്യൂ. സബ്മിറ്റ് യുവർ വർക്ക്. ഡേറ്റ അപ്ഡേറ്റ് ചെയ്യൂ. എങ്ങനെ പറയാം? അപ്ഡേറ്റ് ദ ഡേറ്റ. അപ്ഡേറ്റ് ദ ഡേറ്റ. ഡേറ്റ അപ്ഡേറ്റ് ചെയ്യൂ. ഫയല് സേവ് ചെയ്യൂ. എങ്ങനെ പറയാം? സേവ് ദ ഫയൽ. സേവ് ദ ഫയൽ. ഫയൽ സേവ് ചെയ്യൂ. അത് സൂക്ഷിച്ചു വെക്കൂ. നിങ്ങളുടെ ഇമെയിൽ തുറക്കൂ. എങ്ങനെ പറയാം? ഓപ്പൺ യുവർ ഇമെയിൽ. ഓപ്പൺ യുവർ ഇമെയിൽ. ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യൂ. എങ്ങനെ പറയാം? ക്ലോസ് ദ ആപ്ലിക്കേഷൻ. ക്ലോസ് ദ ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യൂ. കമ്പ്യൂട്ടർ ഓഫാക്കിയിട്ട് വീണ്ടും ഓണാക്കുക. എന്നെ നമ്മൾ പറയാം റീസ്റ്റാർട്ട് അല്ലേ? അപ്പോൾ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യൂ എന്നെങ്ങനെ പറയാം? റീസ്റ്റാർട്ട് ദ കമ്പ്യൂട്ടർ. റീസ്റ്റാർട്ട് ദ കമ്പ്യൂട്ടർ. മാനേജറെ വിളിക്കൂ. എങ്ങനെ പറയും? കോൾ ദ മാനേജർ. കോൾ ദ മാനേജർ. മാനേജറെ വിളിക്കൂ. ഇത് വളരെ സിമ്പിളായിട്ട് തോന്നും. ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുന്ന ആളുകൾക്ക് വേണ്ടിയാണ് നമ്മൾ തുടക്കത്തിൽ ഈ വീഡിയോസൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് എന്തായാലും ഉപകാരപ്പെടും. നമ്മൾ കൂടെയുള്ള സ്റ്റാഫിന് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന 10 സിമ്പിളായിട്ടുള്ള സെൻറ്റൻസസ് ആണ് ഞാൻ ഈ പിക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോണത് നമ്മളെ കൊലീഗ്സ് ആയിട്ടുള്ള ആരാണ് കൊലീഗ്സ്? കൊലീഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്. അവർക്കാണ് നമ്മൾ ഇംഗ്ലീഷിൽ കൊലീഗ്സ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇനി അവരോട് പറയാൻ പറ്റിയ ഒരു 10 സെൻറ്റൻസസ്. ഒന്ന് വളരെ കോമൺ ആയിട്ടുള്ള ഗ്രീറ്റിംഗ് ആണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഗുഡ് മോർണിംഗ് എവരി വൺ. നമ്മൾ ഓഫീസിലോട്ട് കയറി വരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറയാം അല്ലേ? ഗുഡ് മോർണിംഗ് എവരി വൺ. എല്ലാവർക്കും സുപ്രഭാതം. ഗുഡ് മോർണിംഗ് എവരി വൺ. ഇനി നിങ്ങളെ വീക്കെൻഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നെങ്ങനെ ചോദിക്കാം? വീക്കെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റർഡേ സൺഡേ ഓഫുള്ള ദിവസങ്ങളാണ് അല്ലേ? അപ്പം അത് നിങ്ങൾ എൻജോയ് ചെയ്തോ എന്നുള്ള അർത്ഥത്തിൽ നിങ്ങളെ വീക്കെൻഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാൻ ഹൗ വാസ് യുവർ വീക്കെൻഡ്. ഹൗ വാസ് യുവർ വീക്കെൻഡ്. നിങ്ങളുടെ വീക്കെൻഡ് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളുടെ അവധി ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? ഇനി നിങ്ങൾ എന്നെ സഹായിക്കുമോ? ക്യാൻ യു ഹെൽപ്പ് മീ. ക്യാൻ യു ഹെൽപ്പ് മീ. നിങ്ങൾ എന്നെ സഹായിക്കുമോ? എനിക്ക് നിങ്ങളുടെ ഉപദേശം വേണം. അങ്ങനെ പറയാം ഐ നീഡ് യുവർ അഡ്വൈസ്. ഐ നീഡ് യുവർ അഡ്വൈസ്. എനിക്ക് നിങ്ങളുടെ ഉപദേശം ആവശ്യമാണ്. നിങ്ങളുടെ ഉപദേശം വേണം. നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം. എങ്ങനെ പറയാം? ലെറ്റ്സ് വർക്ക് ടുഗെദർ. നമുക്ക് ഒരുമിച്ച് ജോലി ചെയ്യാം. ലെറ്റ്സ് വർക്ക് ടുഗെദർ. നമുക്ക് ഒരുമിച്ച് ജോലി ചെയ്യാം. ചില വർക്ക് നമുക്ക് കിട്ടുമ്പം അത് എന്നാണ് തീർക്കേണ്ടതെന്ന് നമുക്ക് അറിയേണ്ടി വരും അല്ലേ? അത് നമ്മൾ ഡെഡ് ലൈൻ എന്നാണല്ലോ പറയാം. അപ്പം ഡെഡ് ലൈൻ എന്നാണ് എങ്ങനെ ചോദിക്കാം?
വാട്ട് ഈസ് ദ ഡെഡ് ലൈൻ? വാട്ട് ഈസ് ദ ഡെഡ് ലൈൻ? ഞാൻ ഈ ചെയ്യുന്ന ഈ ടാസ്ക്, അല്ലെങ്കിൽ എനിക്ക് തന്നിട്ടുള്ള ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള അവസാന സമയം എപ്പോഴാണ് എന്നുള്ള അർത്ഥത്തിൽ. ഇനി മീറ്റിംഗ് എവിടെയാണ്? വേർ ഈസ് ദ മീറ്റിംഗ്? മീറ്റിംഗ് എവിടെയാണ്? വേർ ഈസ് ദ മീറ്റിംഗ്? ഇനി ഞാനൊരു ബ്രേക്കിലാണ്, ഞാനൊരു ഇടവേളയിലാണ്, ഞാൻ വാക്കിൽ നിന്ന് ബ്രേക്ക് എടുക്കുകയാണ്. അങ്ങനെ പറയാം, ഐ എം ഓൺ എ ബ്രേക്ക്. ഐ എം ഓൺ എ ബ്രേക്ക്. ഞാനൊരു ബ്രേക്കിലാണ്, ഞാനൊരു ഇടവേളയിലാണ്. എനിക്കൊന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം ലീവിലാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഐ എം ഓൺ എ ബ്രേക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം എന്നിങ്ങനെ പറയാം. ലെറ്റ്സ് ഡിസ്കസ് ദിസ് ലേറ്റർ. ലെറ്റ്സ് ഡിസ്കസ് ദിസ് ലേറ്റർ. നമുക്കിത് പിന്നീട് ചർച്ച ചെയ്യാം. ഒരാൾ നമുക്കൊരു ഹെൽപ്പ് ചെയ്തു തന്നു, അപ്പോൾ അതിനങ്ങനെ താങ്ക്സ് പറയാം. താങ്ക്സ് ഫോർ യുവർ ഹെൽപ്പ്. നിങ്ങളുടെ സഹായത്തിന് നന്ദി. താങ്ക്സ് ഫോർ യുവർ ഹെൽപ്പ്. നിങ്ങളുടെ സഹായത്തിന് നന്ദി. ഇനി അടുത്ത് നോക്കാൻ പോകുന്ന 10 സെൻറ്റൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇമെയിലിനെ കുറിച്ചും അതേപോലെ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു 10 ഫ്രേസസ് ആണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്കൊരു മീറ്റിംഗ് പ്ലാൻ ചെയ്യാം എന്നങ്ങനെ പറയാം. ലെറ്റ്സ് സ്കെഡ്യൂൾ എ മീറ്റിംഗ്. ലെറ്റ്സ് സ്കെഡ്യൂൾ എ മീറ്റിംഗ്. ഇത് സ്കെഡ്യൂൾ എന്നും അതേപോലെ ഷെഡ്യൂൾ എന്നും വായിക്കാട്ടോ. US ഇംഗ്ലീഷും ബ്രിട്ടീഷ് ഇംഗ്ലീഷും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ്. സ്കെഡ്യൂൾ എന്ന് വായിച്ചാലും തെറ്റില്ല, ഷെഡ്യൂൾ എന്ന് വായിച്ചാലും തെറ്റില്ല. ഇനി ദയവായി എൻ്റെ ഇമെയിലിന് മറുപടി തരൂ. അതെങ്ങനെ പറയാം? പ്ലീസ് റിപ്ലൈ ടു മൈ ഇമെയിൽ. പ്ലീസ് റിപ്ലൈ ടു മൈ ഇമെയിൽ. ഇനി ഞാൻ പരിശോധിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാം. എങ്ങനെ പറയും? ഐ വിൽ ചെക്ക് ആൻഡ് അപ്ഡേറ്റ്. ഐ വിൽ ചെക്ക് ആൻഡ് അപ്ഡേറ്റ്. റിപ്പോർട്ട് റെഡിയാണ്. ദ റിപ്പോർട്ട് ഈസ് റെഡി. ദ റിപ്പോർട്ട് ഈസ് റെഡി. നിങ്ങൾ ഡീറ്റെയിൽസ് അയക്കോ, നിങ്ങൾ വിശദാംശങ്ങൾ അയക്കോ എങ്ങനെ ചോദിക്കാം? കുഡ് യു സെൻഡ് ദ ഡീറ്റെയിൽസ്? കുഡ് യു സെൻഡ് ദ ഡീറ്റെയിൽസ്? നമുക്കെന്തിനെയും കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണം. അപ്പോൾ ഡീറ്റെയിൽസ് അയക്കോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് കുഡ് യു സെൻഡ് ദ ഡീറ്റെയിൽസ്? ഞാൻ കോൾ ജോയിൻ ചെയ്യും. ഐ വിൽ ജോയിൻ ദ കോൾ. ഐ വിൽ ജോയിൻ ദ കോൾ. ഞാൻ കോൾ ജോയിൻ ചെയ്യും. ഇനി കൊലീഗിൻ്റെ കയ്യിൽ നിന്ന് ഒരു പ്രസൻറ്റേഷൻ നമുക്ക് വാങ്ങണം, ഒരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ റെഡിയാക്കിയത്. അത് ഷെയർ ചെയ്യുമെന്ന് എങ്ങനെ ചോദിക്കാം? പ്ലീസ് ഷെയർ ദ പ്രസൻറ്റേഷൻ. പ്ലീസ് ഷെയർ ദ പ്രസൻറ്റേഷൻ. ആ പ്രസൻറ്റേഷൻ ഷെയർ ചെയ്യൂ. ഇനി ചർച്ച തുടങ്ങാം. എങ്ങനെ പറയും? ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഡിസ്കഷൻ. ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഡിസ്കഷൻ. ചർച്ച തുടങ്ങാം. എനിക്ക് കൂടുതൽ സമയം വേണം. ഐ നീഡ് മോർ ടൈം. ഐ നീഡ് മോർ ടൈം. എനിക്ക് കൂടുതൽ സമയം വേണം. ഞാനതൊന്ന് ഉറപ്പ് വരുത്തട്ടെ, ഞാനതൊന്ന് സ്ഥിരീകരിക്കട്ടെ. അങ്ങനെ പറയും, ലെറ്റ് മീ കൺഫേം ദാറ്റ്. ലെറ്റ് മീ കൺഫേം ദാറ്റ്. ഞാനതൊന്ന് സ്ഥിരീകരിക്കട്ടെ, ഒന്ന് ഉറപ്പിക്കട്ടെ. അപ്പോൾ അതിലുള്ള 10 സെൻറ്റൻസ് എത്രയാണ്? ഇനി നോക്കാൻ പോകണം. നമുക്ക് ഹെൽപ്പ് ചോദിക്കാനും അതേപോലെ ഫീഡ്ബാക്ക് കൊടുക്കാനും അഭിപ്രായങ്ങൾ തിരിച്ച് പറയാനും വേണ്ടിയിട്ടുള്ള ഒരു 10 സെൻറ്റൻസുകളാണ്. അതിലൊന്നാമത്തേത്, ഇതൊന്ന് വിശദീകരിച്ച് തരുമോ? അങ്ങനെ ചോദിക്കാം. ക്യാൻ യു എക്സ്പ്ലെയിൻ ദിസ്? ക്യാൻ യു എക്സ്പ്ലെയിൻ ദിസ്? ഇതൊന്ന് വിശദീകരിച്ച് തരുമോ? അല്ലെങ്കിൽ എൻ്റെ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യുമോ? അങ്ങനെ ചോദിക്കാം. പ്ലീസ് ക്ലാരിഫൈ മൈ ഡൗട്ട്. പ്ലീസ് ക്ലാരിഫൈ മൈ ഡൗട്ട്. എൻ്റെ സംശയം ഒന്ന് ക്ലാരിഫൈ ചെയ്ത് തരുമോ, ക്ലിയർ ചെയ്ത് തരുമോ? നിങ്ങളിതൊന്ന് റിവ്യൂ ചെയ്യുമോ? നമ്മളൊരു വർക്ക് ചെയ്ത് ഒന്ന് മുകളിലുള്ള ആളോട് റിവ്യൂ ചെയ്യാൻ പറയുകയാണ്, സീനിയറോട്. അങ്ങനെ ചോദിക്കാം. കുഡ് യു റിവ്യൂ ദിസ്? കുഡ് യു റിവ്യൂ ദിസ്? ഇതൊന്ന് റിവ്യൂ ചെയ്ത് തരുമോ? കുഡ് യു റിവ്യൂ ദിസ്? ഇന്ന് റിവ്യൂ ചെയ്ത് തരുമോ? ഇനി നമുക്ക് ഈ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാം. അങ്ങനെ പറയാം. ലെറ്റ്സ് ഫിക്സ് ദിസ് ഇഷ്യൂ. ലെറ്റ്സ് ഫിക്സ് ദിസ് ഇഷ്യൂ. നമുക്ക് ഈ ഇഷ്യൂ സോൾവ് ചെയ്യാം. ഓ, ഇത് വളരെ നന്നായിട്ടുണ്ട്, ഇത് മികച്ചതാണ് എന്നിങ്ങനെ പറയാം. ഒരാളെ വർക്ക് കണ്ടാണ്ട് ദിസ് ലുക്സ് ഗ്രേറ്റ്. ദിസ് ലുക്സ് ഗ്രേറ്റ്. ഇത് മികച്ചതാണ്, നന്നായിട്ടുണ്ട്. ഇനി ഒരാൾ ചെയ്ത വർക്കിൽ കുറച്ച് ചേഞ്ചസ് വേണം. അപ്പോൾ അതെങ്ങനെ അയാൾ പറയാം? വി നീഡ് സം ചേഞ്ചസ്. വി നീഡ് സം ചേഞ്ചസ്. കുറച്ച് മാറ്റങ്ങൾ ഇതിൽ വേണം. അതേപോലെ ഒരാളെ വർക്ക് നമുക്ക് അപ്രിഷ്യേറ്റ് ചെയ്യണം. അതെങ്ങനെ ചെയ്യാം? ഒരാളെ വർക്ക് ചെയ്തത് നന്നായിട്ടുണ്ട്, അപ്പോൾ നമുക്ക് പറയാം ഐ അപ്രിഷ്യേറ്റ് യുവർ വർക്ക്. ഐ അപ്രിഷ്യേറ്റ് യുവർ വർക്ക്. നിങ്ങൾ ചെയ്ത വർക്ക് നന്നായിട്ടുണ്ട്, അത് ശരിക്കും എന്ത് ചെയ്യുന്നു? അഭിനന്ദിക്കുന്നു. അതേപോലെ നമ്മളൊരു ടീം നന്നായിട്ട് വർക്ക് ചെയ്തു, അവരെ എങ്ങനെ നമ്മൾ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യാം? വെൽ ഡൺ ടീം. വെൽ ഡൺ ടീം. വെൽ ഡൺ. വെൽ ഡൺ. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അഭിനന്ദനങ്ങൾ. ഇനി ഈ ഒരു പാട്ടൊന്ന് ഇമ്പ്രൂവ് ചെയ്യണം എന്നെങ്ങനെ അറിയാം?
പ്ലീസ് ഇംപ്രൂവ് ദിസ് പാർട്ട്. പ്ലീസ് ഇംപ്രൂവ് ദിസ് പാർട്ട്. ഇനി ഇത് പെട്ടെന്ന് പൂർത്തിയാക്കണം. എങ്ങനെ പറയാം? ലെറ്റ്സ് കംപ്ലീറ്റ് ദിസ് സൂൺ. ലെറ്റ്സ് കംപ്ലീറ്റ് ദിസ് സൂൺ. നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് പൂർത്തിയാക്കണം. ഇനി അവസാനമായിട്ട് നമ്മൾ നോക്കുന്ന ഒരു 10 സെൻറ്റൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ പൊളൈറ്റായിട്ട് വളരെ സൗമ്യമായിട്ട് ചില കാര്യങ്ങൾ പറയണം. അതെങ്ങനെ പറയാൻ നോക്കാം. ഒന്ന്, നമ്മൾ വൈകിയതിന് ക്ഷമിക്കണം. നമ്മൾ ബാക്കിയുള്ളവരുടെ നമ്മൾ എന്തിനോ മീറ്റിങ്ങിന് എന്തോ ലേറ്റായി, അല്ലെങ്കിൽ നമ്മൾ ഓഫീസിൽ എത്താൻ ലേറ്റായി. അപ്പോൾ അതെങ്ങനെ പറയാം? സോറി ഫോർ ദ ഡിലേ. സോറി ഫോർ ദ ഡിലേ. വൈകിയതിന് ക്ഷമിക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ ഒരാൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അയാളുടെ റിപ്ലൈ പറയാം, നോ പ്രോബ്ലം അറ്റ് ഓൾ. അത് പ്രശ്നമില്ല. നോ പ്രോബ്ലം അറ്റ് ഓൾ. അത് പ്രശ്നമില്ല. ഇനി നമ്മളൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ അതിലൊരാൾ ഒരു കൺസേൺ റേസ് ചെയ്തു, ഒരു ആശങ്ക റേസ് ചെയ്തു. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ എങ്ങനെ പറയാം? ഐ അണ്ടർസ്റ്റാൻഡ് യുവർ കൺസേൺ. ഐ അണ്ടർസ്റ്റാൻഡ് യുവർ കൺസേൺ. നിങ്ങൾ ആ ഒരു ആശങ്ക ഞാൻ മനസ്സിലാക്കുന്നു. നമുക്കൊരു പരിഹാരം കണ്ടെത്താം. ലെറ്റ്സ് ഫൈൻഡ് എ സൊല്യൂഷൻ. ലെറ്റ്സ് ഫൈൻഡ് എ സൊല്യൂഷൻ. നമുക്കൊരു പരിഹാരം കണ്ടെത്താം. ഇനി എന്തെങ്കിലും ഓൺ ടൈം തീർക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെ പറയാം? പ്ലീസ് ബി ഓൺ ടൈം. ഒന്നുകിൽ ഓഫീസിലോട്ട് വരുന്നതിനെ കുറിച്ചാവാം ഓൺ ടൈം വരണമെന്ന്, അല്ലെങ്കിൽ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാനുള്ളതാവാം. അപ്പോൾ നമുക്ക് പറയാം പ്ലീസ് ബി ഓൺ ടൈം. ദയവേത് സമയത്തിൽ ചെയ്യൂ എന്നുള്ള അർത്ഥത്തിൽ. ഞാൻ നിങ്ങളെ പിന്നീട് ബന്ധപ്പെടാം എന്നറിയാം. ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു. ഞാൻ നിങ്ങളെ പിന്നീട് ബന്ധപ്പെടും. ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു. ഞാൻ നിങ്ങളെ പിന്നീട് ബന്ധപ്പെടും. ഇത് പ്രൊഫഷണലായിട്ട് ഹാൻഡിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇത് പ്രൊഫഷണലായിട്ട് കൈകാര്യം ചെയ്യാം എന്നിങ്ങനെ പറയാം. ലെറ്റ്സ് കീപ്പ് ഇറ്റ് പ്രൊഫഷണൽ. ലെറ്റ്സ് കീപ്പ് ഇറ്റ് പ്രൊഫഷണൽ. നമുക്കിത് പ്രൊഫഷണലായിട്ട് കൈകാര്യം ചെയ്യാം. നിങ്ങളെ പിന്തുണയ്ക്ക് നന്ദി എന്നെങ്ങനെ പറയാം? താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ഞാൻ അതിന് വളരെ നന്ദിയുള്ളവനാണ്. ഐ റിയലി അപ്രിഷ്യേറ്റ് ഇറ്റ്. ഐ റിയലി അപ്രിഷ്യേറ്റ് ഇറ്റ്. ആരെങ്കിലും നമുക്കൊരു ഹെൽപ്പ് ചെയ്തെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരുപാട് താങ്ക്സ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു ഫ്രേസാണ് ഐ റിയലി അപ്രിഷ്യേറ്റ് ഇറ്റ്. ഐ റിയലി അപ്രിഷ്യേറ്റ് ഇറ്റ്. ഇനി നല്ലൊരു ദിനം ആശംസിക്കുന്നു. അങ്ങനെ പറയാം ഹാവ് എ ഗ്രേറ്റ് ഡേ. ഹാവ് എ ഗ്രേറ്റ് ഡേ. നല്ലൊരു ദിനം ആശംസിക്കുന്നു. അപ്പോൾ ഇത്രയും സെൻറ്റൻസസ് ആണ് ഓഫീസിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിൽ ഞാൻ എടുത്തിട്ടുള്ള 50 സെൻറ്റൻസസ്. ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് എടുത്ത് കാച്ചിക്കോ, ധൈര്യമായിട്ട് കാച്ചിക്കോ. ഗ്രാമറോ കാര്യങ്ങളോ ഒന്നും ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫോർ നൗ.